നമ്മൾ നോക്കി നിന്ന തിളയ്ക്കാത്തത് എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിയാൽ അപ്പോൾ തിളച്ച് തൂവുന്ന ഒരാളാണല്ലോ ചായ. അപ്പോൾ ഇന്ന് ചായയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച ശേഷം കേട്ടോ ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചൂടുവെള്ളം തന്നെ ഒന്നുമില്ല, ഞാൻ രാത്രിയിൽ കുപ്പിയിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കും ബെഡിൻ്റെ അടുത്ത് തന്നെ. എന്നിട്ട് അത് രാവിലെ വയ്ക്കുമ്പോൾ രാവിലെ ആ വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചായ നിർബന്ധമാണ്. ചായയോ കോഫിയോ എന്തെങ്കിലും ഞാൻ കഴിക്കും. പിന്നെ ഷുഗർ അധികം കഴിക്കാത്തതുകൊണ്ട് കോഫി ഇടയ്ക്കൊക്കെ ഇരുന്ന് ഒരു ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കി കഴിക്കും. ഡെലിവറി കഴിഞ്ഞ സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് ആയതുകൊണ്ട് ഒരുപാട് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയുമായിരുന്നേ. പക്ഷേ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് ഫുഡ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കഴിക്കുക എന്നാണല്ലോ മെയിനായിട്ടും. വെള്ളം കുടിക്കുക. അപ്പോൾ ഞാൻ ആ ഒരു ഇതാണ് ഫോളോ ചെയ്തത്. പിന്നെ വിശപ്പ് നന്നായിട്ടുണ്ടാവും, അത് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് വിശപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫുഡ് കഴിച്ചു. എൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് വിശക്കും. കുട്ടി ഇടയ്ക്കിടയ്ക്ക് പാൽ കുടിക്കുമല്ലോ, അപ്പോഴത്തേക്കും നമുക്ക് വിശക്കും. അപ്പോൾ നമ്മുടെ ഒരു ഇതാണല്ലോ ബേബിക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുമായിരുന്നു. അങ്ങനെ കഴിച്ച് അത്യാവശ്യം വണ്ണമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, വയറൊക്കെ ചാടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറിയൊരു ഡയറ്റിന് പോയി എന്ന് പറഞ്ഞ് എങ്ങോട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് 2 ദിവസം എടുത്ത് കഴിഞ്ഞ് പിറ്റേന്ന് തൊട്ട് എനിക്ക് തലകറക്കമൊക്കെ വരാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. വെറുതെ മമ്മിയുടെ കയ്യിൽ നിന്ന് വഴക്കും കേട്ടു. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നില്ലാത്തതുകൊണ്ട് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ അത് നിർത്തി കേട്ടോ. ഇപ്പം എനിക്ക് ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നുണ്ട്, അങ്ങനെ ഡയറ്റായിട്ട് ഞാനൊന്നും ചെയ്യുന്നൊന്നുമില്ല. മുന്നേ ഒക്കെ ഞാൻ കുറച്ച് പ്രോട്ടീനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി തിരഞ്ഞു പിടിച്ച് അങ്ങനെയൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അതിനൊന്നും സമയം കിട്ടാറില്ല. സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ വൃത്തിയിലൊന്ന് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി കഴിക്കാനും പോകാറില്ല. ഇങ്ങനെ പ്രോട്ടീൻ ഉണ്ടോ എന്നൊന്നും നോക്കി നടക്കാറുമില്ല കേട്ടോ. അപ്പോൾ കിട്ടിയ എന്താ വെച്ചാൽ അതെടുത്ത് കഴിക്കും. അപ്പോൾ ഇന്ന് രാവിലെ ദോശയാണ്. അപ്പോൾ ഞാൻ ലൂക്കായ്ക്ക് സ്പെഷ്യലായിട്ട് ദോശ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവന് സ്പെഷ്യലായിട്ട് 2 ദോശയും ചുട്ട് ഞാനൊരു കോഫി കുടിക്കാൻ തോന്നി. ഇന്ന് ദോശ ചുട്ടുകൊണ്ട് ദോശയുടെ കൂടെ നല്ലൊരു കോഫി കുടിക്കാൻ തോന്നി. ഇത് അവിടെ വീട്ടിലിരിപ്പുണ്ടായിരുന്ന കോഫിയുടെ നെസ്കഫേയുടെ പാക്കറ്റായിരുന്നു. അപ്പോൾ ഇവിടെ പോയപ്പോൾ അങ്ങനെ കിട്ടിയതാണ്, സ്റ്റേ ചെയ്യാൻ പോയപ്പം. അങ്ങനെ അതെടുത്തിട്ട് ഞാനിന്ന് കോഫി ഉണ്ടാക്കി. മറ്റേ എൻ്റെ ബ്രൂവിൻ്റെ കോഫി പൗഡർ കാണുന്നില്ല, അപ്പോൾ ഭാഗ്യത്തിന് ഇത് കിട്ടി. അപ്പോൾ അത് വെച്ച് ഞാൻ കോഫി ഉണ്ടാക്കി. ദോശ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ ഉണ്ടല്ലോ, ചക്ക ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതിന് മിച്ചം ഉണ്ടായിരുന്നു രാവിലത്തേന്. അപ്പോൾ പിന്നെ ചക്കയും മീൻ കറിയും കഴിക്കാമെന്ന് വിചാരിച്ചു. ദോശ കഴിച്ചില്ല. അങ്ങനെ ഇസക്കുട്ടിക്ക് ചക്ക കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ കഴിക്കുന്ന കൂട്ടത്തിൽ അവൾ 2 വാ കഴിച്ചാലായല്ലോ എന്നുവെച്ചാൽ അവളെയും കൂട്ടി വന്ന് ഞാൻ ചക്ക കഴിക്കാൻ വേണ്ടി ഇരുന്ന കേട്ടോ. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ എൻ്റെ ഇസക്കുട്ടി എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ബ്രസ്റ്റ് ഫീഡ് തന്നെയാണ്. അവൾ ഫുഡ് ഭയങ്കര കുറവായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഫോർമുല ആണെങ്കിലും കൊടുക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും അവൾക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡ് തന്നെയാണ് കൂടുതലായിട്ടും. അപ്പം ഞാൻ കൂടുതലായിട്ടും എന്താ ചെയ്യുന്നത്, വെള്ളം കുടിക്കും. ഒരുപാട് വെള്ളം ഞാൻ കുടിക്കും. പിന്നെ ഇപ്പോൾ നല്ല ചൂടിൻ്റെ സമയമല്ലേ, എനിക്ക് കിടന്നു കഴിഞ്ഞാലും രാത്രിയിൽ ഒരു 3-4 തവണയായിട്ട് വെള്ളം കുടിക്കും. അത്രത്തോളം വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ബ്രസ്റ്റ് ഫീഡിങ്ങിനാകുമ്പോഴത്തേക്കും വലിയ പ്രശ്നം വരുന്നില്ല. മിൽക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഭയങ്കര അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഞാൻ വെള്ളം ധാരാളം കുടിക്കുന്നതുകൊണ്ട് അത് അത്ര എനിക്ക് ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. പിന്നെ ഞാൻ എല്ലാം കഴിക്കുവേ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോന്നെടുത്ത്, മുന്നൊക്കെ ആണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടെടുത്ത് കഴിക്കുമായിരുന്നു. കാരണം അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വിശക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് മറന്നു പോകും. പിള്ളേരുടെ പുറകെയൊക്കെ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വിശക്കുന്നുണ്ടെങ്കിലും അത് കഴിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ അതാണ് കാര്യം. കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും, പക്ഷെ അത് കഴിക്കാനുള്ള സമയം കിട്ടാറില്ല. പിന്നെ മീനൊക്കെ നല്ലതാണല്ലോ. മീനിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ മത്തിയാണ്. മത്തി വറുത്തതും പിന്നെ മത്തി നല്ല മുളകിട്ട കറിയുണ്ട്, അതെൻ്റെ ചേച്ചി വെക്കുന്നത്. അത് നല്ല ടേസ്റ്റാണ്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, മത്തി. അത് കഴിഞ്ഞ് എനിക്ക് അങ്ങനെ സ്പെഷ്യലായിട്ട് ഇഷ്ടമൊന്നും പറയാനില്ല. പിന്നെ കഴിക്കത്തില്ലെന്നല്ല, മീനെല്ലാം ഞാൻ കഴിക്കും. പക്ഷേ എനിക്ക് ചില മീൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അയലയൊക്കെ 2-3 തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനോട് താല്പര്യം പോവും. മത്തിയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പം മത്തിയൊക്കെ നല്ല പ്രോട്ടീനും എന്തൊക്കെയുള്ള സംഗതിയാണല്ലോ. അപ്പം അതൊക്കെ ഞാൻ കഴിക്കും കേട്ടോ. നമ്മൾ അല്ലാണ്ട് ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ അങ്ങനെ എടുത്ത് കഴിക്കാറൊന്നുമില്ല. പിന്നെ മുട്ട കഴിക്കും. ഡെയിലി മുട്ട കഴിക്കണം എന്ന് താല്പര്യമുണ്ട്, പക്ഷെ മറന്നു പോകും. അതാണ് മെയിൻ കാര്യം. മുട്ട കഴിക്കുന്നത് നല്ലതാണല്ലോ, 1-2 ഒക്കെ കഴിക്കാമല്ലോ. അപ്പം ഞാൻ ദിവസം ഓരോന്ന് കഴിക്കുന്നതാണ്. ചില ദിവസം അതങ്ങ് വിട്ടുപോകും.
രാവിലെ ഒരു ചായയും ബണ്ണോ റസ്കോ എന്തെങ്കിലും കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മണിയൊക്കെ ആവും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ചില സമയത്ത് ഒരു 11:30 12 മണിയാകുമ്പോൾ എന്തെങ്കിലും കഴിക്കും. സ്നാക്സ് പോലെ എന്തെങ്കിലും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും. അത് ഇന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതാണ് കാണിക്കാഞ്ഞത്. പിന്നെ ഉച്ചയ്ക്ക് ഒരു 1:30 1:45 ആകുമ്പോഴാണ് ഇപ്പം ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ലഞ്ചിന് സാമ്പാറും പയറ് മെഴുക്ക് വരട്ടിയും മീൻ വറുത്തതും പിന്നെ തൈരും പിന്നെ ഒരു അച്ചാറും. തൈര് ഞാൻ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും കേട്ടോ. എനിക്ക് തൈര് ഇഷ്ടമാണ്. മോരുകറിയാണോ അല്ലെങ്കിൽ തൈരായിട്ട് തന്നെ ഞാൻ കഴിക്കും. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും കക്കിരിക്കോ എന്തെങ്കിലുമൊക്കെ ഞാൻ വെച്ച് കഴിക്കുന്നതാണ്. കക്കിരിക്ക ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന കേട്ടോ കക്കിരിക്ക എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, പക്ഷേ അതിൻ്റെ കഷ്ണമൊക്കെ ആയിട്ട് ഞാൻ കൂട്ടും കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ അങ്ങനെ കൂട്ടും. ഇതിപ്പോൾ വൈകുന്നേരം ചായയുടെ സമയമാണ്. ഞാനാണ് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. ഇത് ഞാൻ ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാനിന്ന് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സ്നാക്സിനുള്ള കാര്യമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇത്. നൈറ്റ് മിക്കപ്പോഴും ചോറ് തന്നെയാണ്. പിന്നെ ഇന്ന് രാവിലത്തെ ദോശ ഉണ്ടായിരുന്നു, അത് കഴിച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അത് ചൂടാക്കി സാമ്പാറുണ്ടായിരുന്നു, അപ്പോൾ ദോശയും സാമ്പാറും കഴിക്കാൻ വിചാരിച്ചു. പിന്നെ ഇന്ന് മുട്ട കഴിക്കാത്തതുകൊണ്ട് പിന്നെ ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കി. അപ്പോൾ രാത്രിക്കത്തേന് ദോശയും സാമ്പാറും പിന്നെ മുട്ട പൊരിച്ചതും. അപ്പോൾ പിന്നെ ഓരോ ദിവസം ഓരോ മുട്ട കഴിക്കുന്നത് ഈ രാത്രി ആയപ്പോഴും കഴിച്ചാൽ മതിയല്ലോ. പിന്നെ ഗ്യാസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. മുട്ട കഴിച്ച് കഴിഞ്ഞാൽ നെഞ്ചിലിങ്ങനെ ഗ്യാസ് കെട്ടി കിടക്കും. അപ്പോൾ അത്യാവശ്യം നല്ലോണം കുരുമുളകൊക്കെ ഇട്ടാണ് കഴിക്കുന്നത്. പിന്നെ കിടക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും കേട്ടോ. ഇതിപ്പോൾ വാട്ടർ മെലണും ആപ്പിളും ഉള്ള, അപ്പോൾ അതെടുത്ത് കഴിക്കും. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഒരു ഡേ കഴിയും. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ. അടുത്ത വ്ലോഗ് കാണാവേ.